തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്നും ഇന്ത്യ നേപ്പാൾ ബോർഡറായ ബീഹാറിലെ ജോഗ്ബാനി വരെ പോകുന്ന അമൃത് ഭാരത് എക്സ്പ്രസിലാണ് ഇന്നത്തെ യാത്ര. ഇതിന്റെ ലോക്കോമോട്ടീവ് ഒരു കിടിലൻ ലോക്കോമോട്ടീവ് ആണ്. WAP5 ആണ്. ആ ഒരു കളർ നല്ല അടിപൊളിയാണ് കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട്. പിന്നെ വൈപ്പറും കാര്യങ്ങളും ഹോണൊക്കെ ഈ ഭാഗത്താണ്. എനിക്ക് എന്തായാലും ഈ ഒരു ലോക്കോമോട്ടീവ് ഇഷ്ടപ്പെട്ട്. വഡോദര ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള ലോക്കോമോട്ടീവാണിത്. ലോക്കോമോട്ടീവ് ഏറ്റവും പുറകിലൊന്നും കൂടി ഉണ്ടാവും. ഇത് മുഴുവനും നോൺ AC വണ്ടിയാണ്. അതായത് ജനറലും സ്ലീപ്പർ ക്ലാസ്സും മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഒരു അൺറിസർവ്ഡ് കോച്ച് വഴി ജസ്റ്റ് ഒന്ന് കയറി വരാം. ഇവിടേക്ക് ഇങ്ങനെയാണ് കേട്ടോ, നല്ല വൃത്തിയാണേ. ഇപ്പം ഇങ്ങനെയാണ്, ബീഹാറിലെത്തുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. യാത്ര ചെയ്താലേ അതൊക്കെ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ അകത്തെ ഈ സീറ്റിംഗ് ഒക്കെ നോക്കിയേ, എന്തൊരു കുഷനിങ് ആണെന്ന് നോക്കിയേ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. ചാർജിങ് പോയിന്റുകളൊക്കെ ഇതാ ഇവിടെ. നല്ല തീമിൽ തന്നെയാണ് സീറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ. സ്ലൈഡ് ഡോറുകളാണ്. അതായത് ഈ ലോവർ ബർത്ത് എന്ന് പറയില്ല, നമ്മുടെ ഈ സൈഡിൽ ഇവിടത്തെ ഭാഗം കണ്ട ചാർജിങ് പോയിന്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ ഇവിടെ CCTV ക്യാമറയും അതുപോലെ തന്നെ ചെറിയൊരു ബോർഡും, വെൽക്കം ടു ഇന്ത്യൻ റെയിൽവേസ് എന്നുള്ള. എല്ലായിടത്തും CCTV ക്യാമറകളുണ്ട്. ഇനി സ്ലീപ്പർ ക്ലാസിന്റെ ഭാഗത്തേക്ക് വരാം. 8 സ്ലീപ്പർ ക്ലാസ് ആണ് ഇതിനാകെ ഉള്ളത്. എല്ലാം 2025 മേഡ് കോച്ചുകൾ തന്നെയാണ്. ഇതേ 2025 എന്ന് കാണുന്നില്ലേ. സ്ലീപ്പർ ക്ലാസിന്റെ ഇന്റീരിയർ ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുവഴി കയറാം. എൻ്റെ പൊന്നോ, ഇതൊന്ന് നോക്കിയേ. മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ഈ വൃത്തിയാണ്. മാത്രമല്ല ഈ ഒരു ലൈറ്റിംഗ് ഒക്കെ ഒരു 3rd AC എക്കണോമിയിലൊക്കെ പോയാൽ കാണുന്നൊരു പ്രതീതിയില്ലേ, അതുപോലെ തന്നെയാണ്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ക്യാബിൻ ഏരിയ 6 ബെർത്തുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ചാർജിങ് പോയിന്റ് ഒക്കെ ഉള്ളത്. USB അതുപോലെ തന്നെ C ടൈപ്പ് കണ്ടെയ്നറുള്ള ഭാഗമുണ്ട്. ഇവിടെ അത് കാണാം. മുകളിലൊന്നുമില്ല, ഇവിടെ ചെയിൻ മാത്രമേ ഉള്ളൂ. അപ്പർ ബർത്തിന്റെ ഈ 2 ഭാഗങ്ങളും കാണാം. പിന്നെ ഇതിന്റെ ഒരു തീമില്ലേ, അതിങ്ങനെയാണ്. സീറ്റിന്റെ ഒക്കെ നല്ല കാണാൻ നല്ല എടുപ്പാണ്. പിന്നെ നമുക്ക് താഴെയും വാട്ടർ ബോട്ടിൽ, അതായത് വെള്ളം വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ചാർജിങ് പോയിന്റ് ഇവിടെയും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈഡ് അപ്പറിന്റെ അവിടെയും ചാർജിങ് പോയിന്റ് ഉണ്ട്.